Hello my dear students, this is the second part of the video, stereochemistry of aliphatic nucleophilic substitution reactions. In this video, we will explain the stereochemistry of SN2 reactions, giving emphasis to Walden inversion. Stereochemistry of SN2 reactions. We have already discussed that in an SN2 reaction, the leaving group departs from the asymmetric carbon atom. At the same time, the nucleophile arrives at the asymmetric carbon atom. അതായത് ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോവുകയും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഒരേ സമയത്താണ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. Now, as in an SN2 reaction, the leaving group departs from the asymmetric carbon atom and the nucleophile attacks the carbon atom from the back side. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. SN2-ൽ ഇവിടെ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോകാത്തത് കൊണ്ട് ന്യൂക്ലിയോഫൈലിന് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ലീവിംഗ് ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡ്, റിയർ സൈഡ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ് ബാക്ക് സൈഡ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ബാക്ക് സൈഡ് അറ്റാക്ക് ആയിരിക്കും SN2 റിയാക്ഷനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് എന്ന് ചോദിച്ചാൽ, ദി കോൺസിക്വൻസ് ഓഫ് ദിസ് ബാക്ക് സൈഡ് അറ്റാക്ക് ഈസ് ദാറ്റ് ഇറ്റ് റെൻഡേഴ്സ് SN2 reaction as a stereospecific reaction. Therefore, we can say that SN2 reaction is stereospecific in nature. A stereospecific reaction is one in which different stereoisomers react to give different stereoisomer of the product. അതായത് if we are starting with an R enantiomer, നമ്മളൊരു R enantiomer തുടങ്ങി ഒരു SN2 റിയാക്ഷൻ നടക്കുകയാണ്, അതായത് 100% ബാക്ക് സൈഡ് അറ്റാക്കാണ് നടക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എസ് എനാൻഷ്യോമർ ആയിരിക്കും. ഇനി ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ എസ് ഐസ് എനാൻഷ്യോമർ, ദെൻ ആഫ്റ്റർ ദ റിയാക്ഷൻ വി വിൽ എൻഡ് അപ്പ് വിത്ത് ദ ആർ എനാൻഷ്യോമർ. അപ്പോൾ ഇവിടെ ആർ എനാൻഷ്യോമർ റിയാക്ട് ചെയ്യുന്നതും എസ് എനാൻഷ്യോമർ റിയാക്ട് ചെയ്യുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. ആർ റിയാക്ട് ചെയ്ത് നമുക്ക് എസ് കിട്ടുന്നു, എസ് എനാൻഷ്യോമർ റിയാക്ട് ചെയ്ത് നമുക്ക് ആർ എനാൻഷ്യോമർ കിട്ടുന്നു. ആൻഡ് ഹെൻസ് ദ റിയാക്ഷൻ ഈസ് സ്റ്റീരിയോസ്പെസിഫിക് ഇൻ നേച്ചർ. ചിത്രം ശ്രദ്ധിക്കുക, ഇവിടെ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി ദ ലീവിംഗ് ഗ്രൂപ്പ് ഈസ് ലീവിംഗ് എലോങ് വിത്ത് ദ ബോണ്ട് പെയർ. ഈ ബോണ്ട് പെയർ കൂടെ എടുത്തുകൊണ്ടാണ് ലീവിംഗ് ഗ്രൂപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോബ് അതൊരു ലാർജർ ലോബായിട്ട് നമുക്ക് കാണപ്പെടും. ഇവിടെ ഇലക്ട്രോൺ ക്ലൗഡ്, ഇലക്ട്രോൺ ഡെൻസിറ്റി അല്പം കൂടുതലായിട്ട് കാണപ്പെടും. ഇവിടുന്ന് ഇലക്ട്രോണിനെ ഇത് വിഡ്രോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ന്യൂക്ലിയോഫൈലിന് ഈ ഒരു ഡയറക്ഷനിൽ വന്ന്, അതായത് ലിഗാൻഡ് ലീവ് ചെയ്യുന്ന ഡയറക്ഷനിൽ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ദ ലീവിംഗ് ഗ്രൂപ്പ് ബ്ലോക്സ് ദ ന്യൂക്ലിയോഫൈൽ ഫ്രം ഹാവിംഗ് ആക്സസ് ടു ദ ലാർജർ ലോബ് ഓഫ് ദിസ് ഓർബിറ്റൽ. എന്തുകൊണ്ടാണ് ലാർജർ ആവാൻ കാര്യം? ഇലക്ട്രോൺ ക്ലൗഡ് കൂടെ എടുത്തുകൊണ്ടാണ്, അത് ലോൺ പെയർ എടുത്തിട്ടാണ് ലീവിംഗ് ഗ്രൂപ്പ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ ലീവിംഗ് ദ ലീവിംഗ് ഗ്രൂപ്പ് വിൽ ബി ഹാവിംഗ് സച്ച് എ സ്ട്രക്ചർ. അപ്പോൾ ഈ ലോൺ പെയറും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് ആ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോബിന്റെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ന്യൂക്ലിയോഫൈലിന് അറ്റാക്ക് ചെയ്യാൻ ഈ ലിഗാൻഡ് ലീവ് ചെയ്യുന്ന ആ ഡയറക്ഷനിലൊന്നും വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് വിൽ ബി choosing a backside attack. അപ്പോൾ the nucleophile will find its way to attack from the backside of the leaving group. അപ്പോൾ this backside attack leads to the inversion of configuration of the asymmetric carbon. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, SN2 മെക്കാനിസത്തിൽ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ ആണ് നടക്കുന്നത്. The inversion in configuration observed during an SN2 reaction of a substrate in which the carbon atom bearing the leaving group is chiral carbon atom ആണെങ്കിൽ this inversion is termed as Walden inversion. ഇത് നമുക്കത് നോക്കാം ഒരു ഇലിസ്ട്രേഷനിൽ. ഈ കോമ്പൗണ്ട് ശ്രദ്ധിക്കുക, ഇതൊരു അസിമെട്രിക് കാർബൺ ആറ്റമാണ്.
ഈ കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്കൊന്ന് പരിശോധിക്കാം. 1 ബ്രോമിൻ ആറ്റത്തിന് പ്രയോറിറ്റി 1, ഈഥൈൽ ആറ്റത്തിന് ഈഥൈൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി 2, മീഥൈൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി 3 ആൻഡ് പ്രയോറിറ്റി 4 ഈസ് ഫോർ ദ ഹൈഡ്രജൻ ആറ്റം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ഒരു വെഡ്ജ് ആൻഡ് ഡാഷ്ഡ് ബോണ്ടിൽ ഉള്ള റെപ്രസെന്റേഷൻ ആണ്. ഡാഷ്ഡ് ബോണ്ടിലായിരിക്കണം പ്രയോറിറ്റി ഏറ്റവും കുറവുള്ളത്. അതായത് ഡാഷ്ഡ് ബോണ്ടിലായിരിക്കണം ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റം. ശരിക്കും ഡാഷ് ബോണ്ടിലാണ് ഹൈഡ്രജൻ ആറ്റം. ഡാഷ് ബോണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രയോറിറ്റി ഓർഡറിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എടുക്കുക. ഇനിയിപ്പോൾ 1, 2, 3 എന്ന പ്രയോറിറ്റി ഓർഡറിൽ പോകുമ്പോൾ വി ആർ മൂവിങ് ടുവേർഡ്സ് ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ദ R ഐസോമർ. ഇനി നോക്കുക, the fourth priority is given to the hydrogen atom which is placed in the dashed bond. അപ്പോൾ ഈ R എന്നുള്ള ഐസോമർ തന്നെ നമുക്ക് സ്വീകരിക്കാം. R എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് ഇതിനെ അസൈൻ ചെയ്യുന്നത്. therefore it is R ഐസോമർ. ഇനി ഇവിടെ അറ്റാക്ക് നടക്കുന്നത് അയഡിൻ ആണ്. അയഡൈഡ് ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. അയഡൈഡ് അറ്റാക്ക് ചെയ്യുന്ന നോക്കൂ, ഇറ്റ് ഈസ് ത്രൂ ദ ബാക്ക് സൈഡ് ഓഫ് ദ ലീവിംഗ് ഗ്രൂപ്പ് ബ്രോമിൻ. ബ്രോമിൻ ഇങ്ങനെ ലീവ് ചെയ്ത് പോകുന്നു. I- ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വി ആർ ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ബട്ട് വിത്ത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അയഡിന് പ്രയോറിറ്റി 1, ഈഥൈൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി 2, methyl ഗ്രൂപ്പിന് പ്രയോറിറ്റി 3 ആൻഡ് പ്രയോറിറ്റി 4 is for hydrogen atom. We are moving in the order of priority in a circular path 1, 2, 3. ഇതൊരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ദ കോൺഫിഗറേഷൻ ഈസ് യെസ്. ഇനി നോക്കേണ്ടത് എന്താണ്? ഫോർത്ത് പ്രയോറിറ്റി ഉള്ളത് ഡാഷ്ഡ് ബോണ്ടിലാണോ വെഡ്ജ്ഡ് ബോണ്ടിലാണോ എന്ന് നോക്കണം. ഫോർത്ത് പ്രയോറിറ്റി ഉള്ളത് വെഡ്ജ്ഡ് ബോണ്ടിലാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ എടുക്കും. ഫോർത്ത് പ്രയോറിറ്റി ഉള്ളത് ഡാഷ്ഡ് ബോണ്ടിലാണെങ്കിൽ സെയിം കോൺഫിഗറേഷൻ എടുക്കും. ഇവിടെ ഫോർത്ത് പ്രയോറിറ്റി is for hydrogen atom and it is placed at the dashed bond. Therefore the configuration is S configuration. അപ്പോൾ ഇവിടെ കാണാം S configuration. So the R configuration has changed to the S configuration and hence this is a Walden inversion. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നോക്കാം. S ബ്രോമോ ബ്യൂട്ടീൻ, S2 ബ്രോമോ ബ്യൂട്ടീൻ. അപ്പോൾ ഇവിടുത്തെ കാർബൺ ആറ്റം ഇതാണ്, സിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഈ ബ്രോമിന് പ്രയോറിറ്റി 1, ഈഥൈലിന് പ്രയോറിറ്റി 2, മീഥൈലിന് പ്രയോറിറ്റി 3 ആൻഡ് ഹൈഡ്രജന് പ്രയോറിറ്റി 4. ആൻഡ് ഇഫ് യു മൂവ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി പ്രയോറിറ്റി, if you move in the order of the priority, we will be moving along a clockwise direction that gives the R isomer. പക്ഷേ ഇവിടെ the fourth priority ഉള്ള hydrogen, it is not present in the dashed bond, therefore the opposite configuration, namely the S is preferred. അപ്പൊ അങ്ങനെയാണ് ഇത് S2 ബ്രോമോ ബ്യൂട്ടൈൻ. ഇത് എങ്ങനെയാണ് ഇനി R2 ബ്യൂട്ടനോൾ ആയത് എന്ന് നോക്കാം. 1, 2, 3, 4. The fourth priority is for hydrogen and we are moving in a circular path in the order of the priority, the decreasing order of the priority. അപ്പോൾ നമുക്ക് കാണാം we are moving along the anti-clockwise direction and therefore it should be yes. പക്ഷേ the fourth priority ഉള്ള hydrogen, it is not present in the wedge bond, therefore the configuration is R. ഇനി ഇവിടെ OH മൈനസ് എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലാണ് റിയാക്ട് ചെയ്തത്. ആൻഡ് ദ മെക്കാനിസം ഈസ് SN2 മെക്കാനിസം ആണ് ഇവിടെ നടന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ OH മൈനസ് വിൽ അറ്റാക്ക് ത്രൂ ദ ബാക്ക് സൈഡ് ഓഫ് ദ ലീവിംഗ് ഗ്രൂപ്പ്, നെയ്മലി ബ്രോമിൻ. അങ്ങനെ നമുക്ക് എസ് കോൺഫിഗറേഷൻ ആയിരുന്നുള്ളത് R കോൺഫിഗറേഷനിലേക്ക് കിട്ടുന്നു. Therefore, this is a case of Walden inversion. അപ്പോൾ Walden inversion ഒന്ന് ഡിഫൈൻ ചെയ്താൽ, Walden inversion is the inversion of a chiral center in a molecule in a chemical reaction. We will see what is a Walden cycle. ഇവിടെ A എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു. അതിൻ്റെ
കോൺഫിഗറേഷൻ ആർ എന്നിരിക്കട്ടെ. ഇനി അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെന്ന് ഇരിക്കട്ടെ. എല്ലാ 6 ഐസോമറും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെന്നില്ല. പക്ഷെ ഇതിനെ അദ്ദേഹം ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആക്കി മാറ്റി. വിത്ത് 100% റിട്ടൻഷൻ. വിത്ത് 100% റിട്ടൻഷൻ ബി ആക്കി മാറ്റി. ഇപ്പൊ ബിയുടെ കോൺഫിഗറേഷൻ എന്നുള്ളത് ഇപ്പൊ എന്താണ്? ആറാണ്. സോ ബി ഈസ് ഹാവിങ് ആർ കോൺഫിഗറേഷൻ. ഓഫ് കോഴ്സ് ബി ക്യാൻ ബി optically active. Either it can be dextro-rotatory or it can be levo-rotatory. അതെന്തും ആവാം. കോൺഫിഗറേഷനും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും ഒപ്റ്റിക്കൽ റൊട്ടേഷനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. എന്നാൽ ഈ ബിയിനെ ഒരു SN2 റിയാക്ഷൻ വഴി ഒരു SN2 റിയാക്ഷൻ നടത്താമെന്നുണ്ടെങ്കിൽ, നടത്തി തിരിച്ച് എ തന്നെ കിട്ടാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എയുടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? യെസ്, വി വിൽ ഗെറ്റ് ആൻ എ വിത്ത് യെസ് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇത് ഡെക്സ്ട്രോ ആയിരുന്നത് എന്തായിരിക്കും? ലേവോ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വ്യത്യസ്തമായ കോമ്പൗണ്ടുകൾക്ക് സെയിം കോൺഫിഗറേഷൻ ആണെങ്കിൽ അവയുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി സെയിം ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. എന്നാൽ സെയിം കോമ്പൗണ്ട്സിന്റെ കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. ഐ റിപ്പീറ്റ്, രണ്ട് ഡിഫറെൻ്റ് കോമ്പൗണ്ട്സിന്റെ കോൺഫിഗറേഷൻ സെയിം ആണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി സെയിം ആയിരിക്കണമെന്ന് ഒരു നിയമവുമില്ല, ഒരു നിർബന്ധവുമില്ല. എന്നാൽ സെയിം കോമ്പൗണ്ട്, ഇവിടെ എയും എടുക്കും, സെയിം കോമ്പൗണ്ട് വിത്ത് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ആർ ആൻഡ് എസ്, അങ്ങനെയാണെങ്കിൽ അവയുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ആറ് ഡെക്സ്ട്രോ ആണെങ്കിൽ എസ് ലീവോ ആയിരിക്കും. ഇനി ആറ് ലീവോ ആണെങ്കിൽ എസ് ഡെക്സ്ട്രോ ആയിരിക്കും. അതാണ് ഇവിടുത്തെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താ സംഭവിച്ചത്? എ ബി ആക്കി മാറ്റി വിത്ത് 100% റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ ബിയുടെ കോൺഫിഗറേഷനും 6 തന്നെയാണ്. ആ ബിയെ നമുക്ക് ഒരു SN2 റിയാക്ഷൻ വഴി, ഏതെങ്കിലും ഒരു SN2 റിയാക്ഷൻ വഴി എ ആക്കി തിരിച്ചു മാറ്റാമെന്നുണ്ടെങ്കിൽ ആ എയുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യൽ എയുടെ കോൺഫിഗറേഷൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഒരു ഇൻവേർഷൻ ആയിട്ട് കിട്ടിയതായിട്ട് നമുക്ക് വിചാരിക്കാം. ഈ സൈക്കിളിനെയാണ് നമ്മുടെ വാൾഡൻ സൈക്കിൾ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു എക്സ്പെരിമെന്റിലൂടെ പോൾ വാൾഡൻ എന്ന് പറയുന്ന അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് സ്റ്റഡി ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, ക്ലോറോസക്സിനിക് ആസിഡ് എന്ന് പറയുന്ന മോളിക്യൂളാണ് അദ്ദേഹം എടുത്തത്. ക്ലോറോസക്സിനിക് ആസിഡ് ഇതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ക്ലോറിന് പ്രയോറിറ്റി 1, ഈ കാർബണ് പ്രയോറിറ്റി 2, ഈ കാർബണ് പ്രയോറിറ്റി 3, ഹൈഡ്രജന് പ്രയോറിറ്റി 4. ഫോർത്ത് പ്രയോറിറ്റി ഉള്ളത്. എന്നിട്ട് ഈ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൈക്ലിക് പാത്തിൽ ഇതിനെ മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് 6 ഐസോമർ. ഹൈഡ്രജൻ 4th പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ട് ഡാഷ്ഡ് ബോണ്ടിലുള്ളതിൻ്റെ സെയിം കോൺഫിഗറേഷൻ 6. ഇതിനെ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ, അതായത് ക്ലോറോസക്സിനിക് ആസിഡിൻ്റെ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്, അതിനാണ് നമ്മൾ മാലിക് ആസിഡ്. ഈ മാലിക് ആസിഡിൻ്റെ കോൺഫിഗറേഷൻ എന്താന്ന് നോക്കൂ, 1 2 3 4th പ്രയോറിറ്റീസ് ഫോർ ഹൈഡ്രജൻ. പ്രയോറിറ്റിയുടെ ഡിക്രീസിങ് മോഡലിൽ നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്ലോക്ക് വൈസ് വി ആർ ഗെറ്റിംഗ് 6. ഇനി എക്സ്പെരിമെന്റ്സ് ഹാവ് ഷോൺ ദാറ്റ് ദിസ് ഈസ് എ ഡെക്സ്ട്രോ റൊട്ടേറ്റർ. ഏത്? ക്ലോറോസക്സിനിക് ആസിഡ്. ഇതിന് 100% റിട്ടൻഷൻ വന്നു. ഇതൊരു 6 ഐസോമറാണ്. ഈ കോമ്പൗണ്ടും ഡെക്സ്ട്രോ റൊട്ടേറ്ററിയാണ്. രണ്ടും 6 ആയതുകൊണ്ടല്ല,
ഇത് ശരിക്കും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയി എന്നേ ഉള്ളൂ. ഇനി ഈ ആർ കോൺഫിഗറേഷൻ ഉള്ള മാലിക് ആസിഡിനെ PCl5 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു SN2 റിയാക്ഷൻ വഴിയാണ് ഇവിടെ ക്ലോറിനേഷൻ നടക്കുന്നത്, അത് ഹാലോജനേഷൻ നടക്കുന്നത്. ഈ OH മൈനസ് ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ ഇൻ ആൻ SN2 മാനർ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കോൺഫിഗറേഷൻ നമ്മൾ നോക്കൂ. ക്ലോറിന് 1, ഈ കാർബൺ ആറ്റത്തിന് 2, ഈ കാർബൺ ആറ്റത്തിന് 3, ഹൈഡ്രജന് 4. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസിൽ കിട്ടുന്നു. അതുകൊണ്ട് 6 ആയിരിക്കണം കോൺഫിഗറേഷൻ. പക്ഷേ 4th പ്രയോറിറ്റി ഉള്ള ഹൈഡ്രജൻ ഇറ്റ് ഈസ് നോട്ട് ഓക്കുപ്പൈങ് ദ ഡാഷ്ഡ് ബോണ്ട്. അതുകൊണ്ട് ഇതിന്റെ കോൺഫിഗറേഷൻ യെസ്. ഇത് ഈ മാലിക് ആസിഡ് എന്ന് പറയുന്നത് ഈ ക്ലോറോസക്സിനിക് ആസിഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സ് ഹാവ് ഷോൺ ദാറ്റ് ദിസ് ഈസ് ലേവോ റൊട്ടേറ്ററി. അതായത് നമുക്ക് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരുന്നതിനെ നമ്മൾ ലേവോ റൊട്ടേറ്ററി ആക്കി ഇൻവേർഷനിലൂടെ കണ്ടു. അപ്പൊ ഇൻവേർഷൻ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു നോൺ റിയാക്ഷൻ വഴിയാണ്. ഇവിടെ 100% റിട്ടൻഷൻ ആണ്. 100% റിട്ടൻഷൻ വിത്ത് മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ്. ഇത് നോൺ റിയാക്ഷൻ. ഇതെങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോക്സിനകത്ത് പരിശോധിച്ചാൽ മതി. ഒരു ഇൻട്രാമോളിക്കുലാർ റിയാക്ഷൻ വഴിയാണ് ഇത് 100% റിട്ടൻഷൻ തരുന്നത്. ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ് വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അത് നമുക്ക് പഠിക്കാൻ നമ്മുടെ സിലബസിലില്ല, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് വെച്ചിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ 100% റിട്ടൻഷൻ ആണ്. ഇനി ഇതേപോലെ തന്നെ ഈ എസ് ഐസോമറിനെ നിങ്ങൾ വീണ്ടും മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് ഐസോമറിലുള്ള മാലിക് ആസിഡ് കിട്ടും. ആ മാലിക് ആസിഡിനെ വീണ്ടും നിങ്ങൾ PCl5 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R കിട്ടും. ഇവിടെ SN2 മെക്കാനിസം നടക്കും, ഇവിടെ തിരിച്ച് R കിട്ടും. സോ ദിസ് ടേക്സ് പ്ലേസ് ഇൻ എ സൈക്ലിക് മാനർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വാൾഡൻ സൈക്കിൾ എന്ന് പറയുന്നത്.